السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, അൽബലാഗ് ദഅവാ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇനി നാം പ്രവേശിക്കുന്നത്. നമ്മുടെ നമസ്കാരം കഴിഞ്ഞ് എല്ലാ ആളുകളും സദസ്സിലേക്ക് കയറിയിരിക്കണം. വളരെ വൈജ്ഞാനിക പ്രഭാഷണങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ നടക്കാനിരിക്കുന്നത്. ജാമിഅയെ സംബന്ധിച്ചിടത്തോളം സമൂഹം വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു സ്ഥാപനം, ആ പ്രതീക്ഷയെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ വളരെ വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷദായകമായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ടും നിഷ്കളങ്കരായ സഹോദരീ സഹോദരന്മാരുടെ പ്രാർത്ഥനകൾ കൊണ്ടുമാണ് ഈ ജാമിഅ ഏതൊരാളെയും അസൂയപ്പെടുത്തുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ മക്കൾ ഈ ജാമിഅയുടെ സാക്ഷ്യങ്ങളാണ്. അവരെന്താണ് ഇവിടെ പഠിച്ചത് എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന രേഖകളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിദ്യയിലൂടെ വെളിച്ചത്തിലേക്ക് എന്ന് പറയുന്ന എന്ന സന്ദേശമുയർത്തി നമ്മുടെ ഈ പൊതുസമ്മേളനത്തിൽ നമ്മോട് വളരെ പ്രഗത്ഭരായ പണ്ഡിതരും പ്രഭാഷകരുമാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കാനിരിക്കുന്നത്. ജാമിഅ ഇനിയും കൈവരിക്കാനുള്ള നേട്ടങ്ങൾ എന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ ഫൈസൽ മൗലവി നമ്മെ അഭിസംബോധന ചെയ്യും. അദ്ദേഹത്തെ ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന വിഷയത്തിൽ ബഹുമാന്യനായ ഹാരിസ് മദനി കായക്കൊടി നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെയും ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കൾ നമ്മുടെ അമാനത്ത് എന്ന വിഷയത്തിൽ സമകാലികമായ ഏറെ പ്രസക്തമായ ഈ വിഷയത്തിൽ ബഹുമാന്യനായ ടി.കെ. അഷ്റഫ് നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൗഹീദി പ്രബോധനം നിത്യപ്രസക്തം എന്ന വിഷയത്തിൽ ബഹുമാന്യനായ റഷീദ് കുട്ടമ്പൂർ ഇൻഷാ അല്ലാഹ് വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സമാപന ഭാഷണം നടത്തുന്ന ഇൻഷാ അല്ലാഹ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അവറുകളാണ്. വിദ്യയിലൂടെ വെളിച്ചത്തിലേക്ക് എന്ന് പറയുന്ന വിഷയമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുക. എല്ലാ സഹോദരി സഹോദരന്മാരെയും ഈ ഒരു മഹത്തായ വൈജ്ഞാനിക പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാന്യനായ ഈ ജാമിയയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ പി.എൻ. അബ്ദുൽ ലത്തീഫ് മദനി അവറുകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.